ഇപ്പോൾ സൂപ്പർഫിഷ്യൽ ക്ലെൻസിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ സ്കിന്നിനും സ്യൂട്ട് ആവുന്ന പ്രോഡക്റ്റ് തന്നെ ചൂസ് ചെയ്യണം. ഇപ്പോൾ ഒരു ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ, നോർമൽ ടു ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ക്രീം ബേസ്ഡ് പ്രോഡക്റ്റ് ആയിരിക്കണം വേണ്ടത്. ഇത് ക്രീമി ടെക്സ്ചറിലുള്ള ഒരു ക്ലെൻസർ ആണ്. അതുപോലെ തന്നെ നമുക്കൊരു ഓയിലി സ്കിന്ന് അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ സ്കിന്ന് വാട്ടർ ബേസ്ഡ് പ്രോഡക്റ്റ്, അതായത് ജെൽ ബേസ്ഡ് പ്രോഡക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ക്ലെൻസിങ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്, ഇത് ക്രീം ബേസ്ഡ് ആവാം അല്ലെങ്കിൽ ജെൽ ബേസ്ഡ് ആവാം, ഇതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് സ്കിന്നിന് സ്യൂട്ടബിൾ ആവുന്ന പ്രോഡക്റ്റ് ചൂസ് ചെയ്തിട്ട് നമ്മൾ ക്ലെൻസിങ് തുടങ്ങും. സൂപ്പർഫിഷ്യൽ ക്ലെൻസിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലിപ്പ് ഏരിയ, ക്ലോസ് ചെയ്തിരിക്കുന്ന ഐലിഡിൽ ഐ ഏരിയ, ദെൻ ഐബ്രോ. കണ്ണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആദ്യം പ്രോഡക്റ്റ് ആപ്ലിക്കേഷൻ കൊടുത്ത ശേഷം നമ്മൾ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഐബ്രോ മാത്രം കാണിച്ചു തരാം. അപ്പോൾ ഐബ്രോയിൽ നമുക്ക് തിക്കായിട്ട് പ്രോഡക്റ്റ് കാണും. ഇതുപോലെ ആ ഏരിയയിൽ മാത്രമായിട്ട് നമ്മൾ ഒന്ന് റബ്ബ് ചെയ്യുക. അതിനുശേഷം വൈപ്പ് ചെയ്യുക. തിക്കായിട്ടുള്ള പ്രോഡക്റ്റ് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് ക്ലെൻസിങ് ചെയ്യാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള പ്രോഡക്റ്റ് എല്ലാം സ്പ്രെഡായി വരാൻ ചാൻസ് ഉണ്ട്. സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയയിലുള്ള പ്രോഡക്റ്റ്, തിക്കായിട്ടുള്ള പ്രോഡക്റ്റ് റിമൂവ് ചെയ്ത ശേഷം നമ്മൾ വീണ്ടും ക്ലെൻസർ എടുക്കുന്നു. ദെൻ ഫേസിൽ ആപ്ലിക്കേഷൻ കൊടുക്കുക. അതിനുശേഷം മസാജ് ചെയ്ത് ക്ലെൻസ് ചെയ്യുക. പിന്നെ ഫേസിന്റെ ഓരോ ന്യൂക്ക് ആൻഡ് കോർണേഴ്സിലും ഉള്ള ഡസ്റ്റ്, ഡേർട്ട്, എക്സസ് ഓയിൽ, അതുപോലെ തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള മേക്കപ്പ് പ്രോഡക്ട്സ്, ഇതെല്ലാം കംപ്ലീറ്റ്ലി ക്ലീൻ ഔട്ട് ആക്കി കളഞ്ഞിട്ട് അടുത്ത പ്രോസസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടുത്ത സർവീസിന് വേണ്ടിയിട്ട് സ്കിന്നിനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടെക്നിക്കിനെയാണ് സൂപ്പർഫിഷ്യൽ ക്ലെൻസിംഗ് എന്ന് പറയുന്നത്.